ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഒരു ചെമ്മീൻ ബിരിയാണിയാണേ. അതിനായിട്ട് 1/2 കിലോ ചെമ്മീൻ എടുത്തിട്ടുണ്ടേ. ഇതിലേക്ക് വേണ്ടിയിട്ട് 3 വലിയ സവോള, 2 മീഡിയം സൈസിലെ തക്കാളി, 5 പച്ചമുളക്, 5-6 അല്ലി വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി, കുറച്ച് പുതിനയിലയും മല്ലിയിലയും അരിഞ്ഞതും എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു പാൻ ചൂടാക്കി അതിനകത്തേക്ക് ഓയിൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ആഡ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് വഴറ്റി നല്ല ബ്രൗൺ കളറാവുമ്പോൾ വറുത്ത് കോരി മാറ്റി വയ്ക്കണം. ഞാൻ 2 പ്രാവശ്യമായിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇതുപോലെ ചെയ്യുമ്പോൾ നമ്മുടെ ബിരിയാണിക്ക് നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ ഫ്രൈ ചെയ്ത ഉള്ളിയിൽ നിന്ന് നമുക്ക് ദമ്മിടാനായിട്ട് കുറച്ച് മാറ്റി വെക്കണേ. മുഴുവൻ ഉള്ളിയും ഞാൻ ഇതുപോലെ വറുത്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം മിക്സിയുടെ ഒരു ജാറിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി ഇത് 3ഉം കൂടെ ചതച്ചെടുക്കണം. അരഞ്ഞ് പേസ്റ്റ് പോലെ ആവരുത് കേട്ടോ. ഒന്ന് നന്നായിട്ട് ചതച്ചെടുത്താൽ മതിയാവും. ഇനി നമുക്ക് ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള ചോറ് റെഡിയാക്കിയെടുക്കാം. അതിനായി കുക്കർ ചൂടായതിനു ശേഷം നേരത്തെ ഉള്ളി വറുക്കാനെടുത്ത ഓയിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനകത്തേക്ക് 2 ടേബിൾ സ്പൂണോളം നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കുന്നു. ചൂടായ എണ്ണയിലേക്ക് കറുവപ്പട്ട, ഗ്രാമ്പൂ, ഏലക്ക, 2 ബേ ലീഫ് എന്നിവ ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ 4 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞും ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ ലേശം മല്ലിയിലയും പുതിനയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നല്ലൊരു ഫ്ലേവർ തരും. ഇത് ഇഷ്ടമില്ലാത്തവർ സ്കിപ്പ് ചെയ്ത് പോവാട്ടോ. പിന്നെ കുറച്ച് ഉള്ളി ഫ്രൈ ചെയ്തതും കൂടെ ചേർത്ത് നന്നായിട്ട് വെള്ളം തിളച്ചതിന് ശേഷം എടുത്തു വെച്ചിരിക്കുന്ന 3 ഗ്ലാസ് അരി ചേർത്ത് കൊടുത്തു. അതിനുശേഷം അടച്ചു വെച്ച് ഒരു വിസിൽ വന്നതിന് ശേഷം തുറന്നു നോക്കാം. അരി വേകുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള മസാല തയ്യാറാക്കിയെടുക്കാം. ഇതിനെ ഒരു വലിയ പാത്രത്തിൽ നേരത്തെ ഉള്ളി ഫ്രൈ ചെയ്ത എണ്ണയിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ ഓയിലും അതുപോലെ 2 ടേബിൾ സ്പൂൺ നെയ്യും ചേർത്ത് കുറച്ച് ക്യാഷ്യൂസ് ഞാൻ വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. കിസ്മിസ് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ ഇത് സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ ചേർത്ത് കൊടുക്കണം കേട്ടോ. പിന്നെ അതേ ഓയിലിലേക്ക് കുറച്ച് ഗ്രാമ്പൂ, ഏലക്ക, പട്ട എന്നിവ ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അത് മൂത്ത് വന്നതിന് ശേഷം നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി ആ ഒരു മിക്സ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുത്ത് നല്ല പച്ചമണം മാറുന്നവരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. അതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിനകത്തേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ ഗരം മസാല പൗഡറും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നു. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ട് വേവിച്ചെടുക്കണം. ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളി ഈ ഒരു രൂപത്തിൽ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. കുറച്ച് എണ്ണയൊക്കെ ഇങ്ങനെ തെളിയുന്ന ഈ ഒരു പാകമാകുമ്പോൾ അതിനകത്തേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ചെമ്മീൻ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ചെമ്മീനിൽ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 12 മിനിറ്റൊക്കെ നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. നമ്മുടെ അരി എന്തായെന്ന് നോക്കണ്ടേ? എന്തായാലും ഞാൻ തുറന്ന് നോക്കുന്നുണ്ടേ. നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടേ. കുക്കറിൽ നിന്ന് മാറ്റി ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. അതിൽ തന്നെ വെച്ചാൽ ചിലപ്പോൾ വെന്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഈ മസാലയിലേക്ക് നമ്മൾ ഉള്ളി ചേർത്തിട്ടില്ലല്ലോ, അത് അവസാനമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ചുകൂടെ മല്ലിയിലയും പുതിനയിലയും കൂടി ഇട്ടിട്ട് ഞാൻ ഒന്നുകൂടി ഒരു 5 മിനിറ്റ് കൂടെ വേവിച്ചെടുക്കുന്നുണ്ട്. മസാല ഇതുപോലെ വെള്ളമൊക്കെ വറ്റി നല്ല പാകത്തിനായിട്ട് കിട്ടിയിട്ടുണ്ടേ. നമുക്ക് ഇതിനകത്ത് തന്നെ ദമ്മിടാം. അതിനായിട്ട് മസാലയുടെ മുകളിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച കുറച്ച് ഉള്ളി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മുകളിലേക്കായി നമ്മൾ ചോറ് ചേർത്ത് കൊടുക്കണം. ചോറിന് മുകളിൽ മല്ലിയിലയും പുതിനയിലും അതുപോലെ കാഷ്യൂസും നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി കൂടെ ചേർത്ത് അടച്ച് വെച്ചിട്ടൊരു സിമ്മിലിട്ട് വെക്കേണ്ടതാണ്. അടിപൊളി ചെമ്മീൻ ബിരിയാണി റെഡിയാണ്. താങ്ക്